പോസ്റ്റൽ ബാലറ്റ് പ്രതിസന്ധിയെ തുടർന്ന് ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയൊരു ശതമാനം സർക്കാർ ഉദ്യോഗസ്ഥർക്ക് വോട്ട് ചെയ്യാനായില്ലെന്ന പരാതിയിൽ ഇന്ന് നിർണായകമായ വാദപ്രതിവാദങ്ങളാണ് ഹൈക്കോടതിയിൽ നടന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ രൂക്ഷ വിമർശനമാണ് ഹൈക്കോടതി ഉന്നയിച്ചിരിക്കുന്നത്. 20,000 ഉദ്യോഗസ്ഥർക്ക് വോട്ട് ചെയ്യാനായില്ലെന്ന ആരോപണം അതീവ ഗുരുതരമായ അവസ്ഥയാണെന്ന് കോടതി പരാമർശിച്ചിരിക്കുന്നു. ഈ ഹർജിയിൽ ഇന്ന് വാദം പൂർത്തിയാക്കിയ കോടതി അടുത്ത ദിവസം തന്നെ ഒരു വിധി പുറപ്പെടുവിക്കാൻ പോകുന്നു. അതെന്തായിരിക്കുമെന്നുള്ളത് ഏറ്റവും നിർണായകമാണ്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വോട്ടെണ്ണലിന് മുമ്പെങ്കിലും വോട്ട് ചെയ്യാനാകുമോ എന്ന് നോക്കിയാണ് സർക്കാർ ഉദ്യോഗസ്ഥർ കോടതിയിൽ ഹർജിയുമായി പോയത്. പക്ഷേ അക്കാര്യത്തിൽ ഉദ്യോഗസ്ഥരുടെ പ്രതീക്ഷ മങ്ങുന്നതും കൂടിയാണ് ഇന്ന് കണ്ടത്. എന്തായാലും ഈ ഹർജിയിൽ എന്താണ് ഇന്ന് കോടതിയിൽ സംഭവിച്ചത്, ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് വിശദമായി നോക്കാം. പോസ്റ്റൽ ബാലറ്റിൽ കൈവിട്ട കളി. കേരളത്തിൽ ഇക്കുറി 20,000-ലധികം സർക്കാർ ഉദ്യോഗസ്ഥർക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനായിട്ടില്ല എന്നാണ് ഉദ്യോഗസ്ഥരുടെ സർവീസ് സംഘടനകളുടെ പരാതി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോസ്റ്റൽ ബാലറ്റ് കൃത്യമായി നൽകാത്തതിനാലാണ് ഇങ്ങനെ ഒരു അവസ്ഥയുണ്ടായതെന്നും വോട്ടെണ്ണൽ ദിനമായ മെയ് 4 മുമ്പെങ്കിലും വോട്ട് ചെയ്യാനുള്ള അവസരം ഒരുക്കണമെന്നും ആവശ്യപ്പെട്ടാണ് സർക്കാർ ജീവനക്കാർ ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. സർക്കാർ ജീവനക്കാരായ മുഹമ്മദ് സിനാൻ, MG അനിൽകുമാർ എന്നിവരാണ് ഹർജിക്കാർ. ആ ഹർജിയിലാണ് ഇന്ന് ഹൈക്കോടതിയിൽ വാദം നടന്നത്. വോട്ട് ചെയ്യാത്തവർക്ക് നഷ്ടപ്പെട്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഉദ്യോഗസ്ഥരുടെ പരാതിയും ആവലാതിയും കേട്ട കോടതി ഇന്ന് കമ്മീഷനോട് ചോദിച്ചത്, ജില്ലാ കളക്ടറേറ്റുകളിൽ ഇവർക്ക് ഇനിയും അവസരം നൽകിക്കൂടെ, വെച്ചാൽ ഇനിയും ഒരു പോസ്റ്റൽ വോട്ടെടുപ്പിനുള്ള അവസരം നൽകിക്കൂടെ എന്ന പരമപ്രധാനമായ ചോദ്യം ഇന്ന് ഇലക്ഷൻ കമ്മീഷനോട് ഹൈക്കോടതി ആരായുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷേധാത്മകമായ സമീപനമാണ് കോടതിയിൽ സ്വീകരിച്ചത്. തെരഞ്ഞെടുപ്പ് നടപടികൾ തുടങ്ങി, അന്തിമഘട്ടത്തിലെത്തിയിരിക്കുന്നു. എക്സിറ്റ് പോൾ റിസൾട്ട് അടക്കം വരാൻ പോകുന്നു. തെരഞ്ഞെടുപ്പ് തുടങ്ങിയാൽ കോടതിക്ക് ഇടപെടാൻ പരിമിതിയുണ്ടെന്നും ഇനി വോട്ട് ചെയ്യാൻ അവസരം നൽകാൻ സാധിക്കില്ല എന്നുമായിരുന്നു കമ്മീഷന്റെ നിലപാട്. ഒപ്പം തന്നെ സ്ട്രോങ് റൂമുകൾ സീൽ ചെയ്തതിനാൽ ഇനി ബാലറ്റുകൾ അനുവദിക്കാൻ കഴിയില്ല എന്നൊരു നിലപാട് കൂടി കമ്മീഷൻ ഇന്ന് കോടതിയിലെടുത്തു. കമ്മീഷന് കോടതിയുടെ രൂക്ഷ വിമർശനമുണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. ഈ ഹർജിയിന്മേലുള്ള വാദത്തിൽ അതിരൂക്ഷമായ വിമർശനമാണ് ഇന്ന് കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ സ്വീകരിച്ചത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന് വേണ്ടിയാണ് ഉദ്യോഗസ്ഥർ സേവനം ചെയ്തത്. എല്ലാ പൗരന്മാർക്കും വോട്ട് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കുക എന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവാദിത്തമാണെന്നും കോടതി ഇന്ന് ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു. എന്നാൽ മതിയായ സൗകര്യം ഒരുക്കിയിരുന്നുവെന്നും സജ്ജമാക്കിയ ബാലറ്റുകൾ ഉദ്യോഗസ്ഥർ സ്വീകരിച്ചില്ല എന്നുമാണ് കമ്മീഷന്റെ വാദം. തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇക്കാര്യത്തിൽ നിർബന്ധ ബുദ്ധി എന്തിനെന്നും കമ്മീഷന്റെ നിലപാട് നിർഭാഗ്യകരമാണെന്നും ഹൈക്കോടതി വിമർശിക്കുകയും ചെയ്തു. എത്ര ഉദ്യോഗസ്ഥരെയും വോട്ട് ചെയ്യാൻ ബാക്കിയുണ്ടെന്നുള്ളതിന് കൃത്യമായ കണക്കുകൾ ഇന്ന് തന്നെ ഫയൽ ചെയ്യാനാകുമോ എന്നും കമ്മീഷനോട് കോടതി ചോദിക്കുന്നതെന്ന് നമ്മൾ കണ്ടു. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, എത്ര പേർ ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എത്ര സർക്കാർ ഉദ്യോഗസ്ഥർക്ക് വോട്ട് ചെയ്യാനായിട്ടില്ല? അക്കാര്യത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥരുടെ സംഘടന ഒരു കണക്കും പറയുന്നു, ഒപ്പം ഇലക്ഷൻ കമ്മീഷൻ മറ്റൊരു കണക്കും പറയുന്നു. ഇപ്പോൾ സർവീസ് സംഘടനകൾ പറയുന്നതനുസരിച്ച് 20,145 പേർക്ക് വോട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ 20,145 പേർക്ക് വോട്ട് ചെയ്യാനാവാത്ത സാഹചര്യം കേരളത്തിൽ ഇതുവരെ നടക്കാത്ത ഒരു അസാധാരണമായ സംഭവമാണ്. അതിൽ പ്രത്യേകമായി തന്നെ ഹൈക്കോടതി ഇടപെടണമെന്നുള്ള ആവശ്യമാണ് ഈ ഹർജിയിലൂടെ ഹർജിക്കാരായ 2 ഉദ്യോഗസ്ഥർ മുന്നോട്ട് വെച്ചത്. അങ്ങനെ 20,145 പേർക്ക് വോട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, അത് പോസ്റ്റൽ ബാലറ്റ് കമ്മീഷൻ നൽകാത്തത് കൊണ്ടാണ് എന്ന പരാതി സർക്കാർ ഉദ്യോഗസ്ഥരുടെ സംഘടന മുന്നോട്ട് വെക്കുമ്പോൾ അതിന് ഇലക്ഷൻ കമ്മീഷന്റെ മറുപടി, അത്രയും പേർക്ക് വോട്ട് ചെയ്യാൻ ആവാത്തൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല. ആകെ 1083 പേർക്ക് മാത്രമേ പോസ്റ്റൽ ബാലറ്റ് നൽകാത്തതിനാൽ വോട്ട് ചെയ്യാൻ കഴിയാതെ വന്നിട്ടുള്ളൂ. സർക്കാർ ഉദ്യോഗസ്ഥർ പറയുന്നത് പോലെ 20,000-ലധികം പേർക്ക് അങ്ങനെ വോട്ട് ചെയ്യാനാവാത്തൊരു അവസ്ഥാവിശേഷം ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നു. എന്ന് വെച്ചാൽ മൊത്തം സർക്കാർ ഉദ്യോഗസ്ഥരുടെ കണക്കിൽ 96.37% പേരും വോട്ട് ചെയ്തിട്ടുണ്ട്. ബാക്കി വരുന്ന തുലോം തുച്ഛം സർക്കാർ ഉദ്യോഗസ്ഥർക്ക് മാത്രമാണ് വോട്ട് ചെയ്യാൻ കഴിയാതെ പോയത്. അവർക്കാണെങ്കിൽ തന്നെ പോസ്റ്റൽ ബാലറ്റ് നൽകിയിരുന്നു. പക്ഷേ സമയബന്ധിതമായി വോട്ട് ചെയ്യാൻ ഉള്ള ഒരു ശ്രമം അവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല, അല്ലെങ്കിൽ പോസ്റ്റൽ ബാലറ്റ് കൈപ്പറ്റുന്ന കാര്യത്തിൽ അവരുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടായി എന്ന രീതിയിൽ സർക്കാർ ഉദ്യോഗസ്ഥരെ കുറ്റപ്പെടുത്തുകയാണ് ഇന്ന്
ഇലക്ഷൻ കമ്മീഷൻ ചെയ്തിരിക്കുന്നത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ഇപ്പോൾ 2 സർക്കാർ ഉദ്യോഗസ്ഥർ ഹൈക്കോടതിയിൽ പോയത് വോട്ടെണ്ണൽ നടക്കുന്നത് മെയ് 4-നാണ്. മെയ് 4-ന് മുമ്പെങ്കിലും ഇത്രയും ആളുകൾ 20,000 ആളുകൾ ഉണ്ട് എന്ന് സർക്കാർ ഉദ്യോഗസ്ഥർ പറയുന്നു. അങ്ങനെ 20,000 ആളുണ്ടെങ്കിൽ ആ കൃത്യമായ എണ്ണത്തെ കണ്ടെത്തിക്കൊണ്ട് അവർക്ക് കളക്ടറേറ്റിൽ മെയ് 4-ന് മുമ്പെങ്കിലും അതിനുള്ളൊരു സംവിധാനവും അവസരവും നൽകാൻ പറ്റുമോ എന്നാരായുന്നതിന് വേണ്ടി കൂടിയാണ് ഈ ഹർജി ഹൈക്കോടതിയിൽ നൽകിയിരിക്കുന്നത്. പക്ഷേ ഇന്നിപ്പോൾ വാദം പൂർത്തിയായിരിക്കുന്നു. ഇനി കോടതി അടുത്ത ദിവസം ഒരു വിധി പുറപ്പെടുവിക്കണം. ആ വിധിക്ക് സ്വാഭാവികമായും ഇലക്ഷൻ കമ്മീഷൻ സുപ്രീം കോടതിയിൽ സ്റ്റേ പോകും. അപ്പോഴേക്കും സംഭവിക്കാൻ പോകുന്നത് ഇവിടെ വോട്ടെണ്ണൽ കഴിയും. ഇനി എന്താണ് ഇക്കാര്യത്തിൽ സംഭവിക്കാൻ പോകുന്നതിലേക്കാണ് നമ്മൾ പോകുന്നത്. ഞങ്ങളുടെ പ്രതിനിധി ഗോപിക അരവിന്ദ് ചേരുന്നു കൊച്ചിയിൽ നിന്ന്. ഗോപിക, ഇന്ന് കോടതിയിൽ നടന്നത് എന്താണ്? അതിൽ ഇലക്ഷൻ കമ്മീഷന്റെ മറുപടികളോട് കോടതി എങ്ങനെയാണ് പ്രതികരിച്ചത് എന്നത് ഒരു ചോദ്യം. രണ്ടാമത്തേത്, ഇനി എന്താണ് ഇതിനകത്ത് സംഭവിക്കാൻ പോകുന്നത്? ഈ ഉദ്യോഗസ്ഥർക്ക് വോട്ട് ചെയ്യാൻ കഴിയുമോ? അതിൽ ഇലക്ഷൻ കമ്മീഷന്റെ ഇനിയുള്ള നീക്കങ്ങൾ എന്താകും ഗോപിക? എല്ലാ പൗരന്മാർക്കും വോട്ട് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുക എന്നുള്ളത് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കടമയാണെന്നും ഉത്തരവാദിത്തമാണെന്നും ഹൈക്കോടതി ഇന്ന് കമ്മീഷനെ വീണ്ടും ഓർമ്മിപ്പിച്ചു. കൃത്യമായി പറഞ്ഞാൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നതിന്റെ തലേ ദിവസം തന്നെ പോളിംഗ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർക്ക് പോസ്റ്റൽ ബാലറ്റുകൾ ലഭ്യമാക്കിയില്ലെന്നും അവർക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശം നിഷേധിക്കപ്പെട്ടുമെന്ന് ആരോപിച്ചുകൊണ്ട് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. എന്നാൽ അന്ന് വൈകിട്ട് 6-ന് മുൻപ് തന്നെ എല്ലാ ഉദ്യോഗസ്ഥർക്കും ബാലറ്റുകൾ ലഭ്യമാക്കുമെന്നും വോട്ട് ചെയ്യാനുള്ള അവകാശം നൽകുമെന്നുമായിരുന്നു തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതിയിൽ ഉറപ്പു നൽകിയത്. എന്നാൽ തിരഞ്ഞെടുപ്പിന് ശേഷം കുറ്റ്യാടി മണ്ഡലത്തിൽ ഈ പോളിംഗ് ഡ്യൂട്ടിയിൽ ഏർപ്പെട്ട ഉദ്യോഗസ്ഥരാണ് തങ്ങൾക്ക് വോട്ട് ചെയ്യാനുള്ള അവസരം നഷ്ടപ്പെട്ടുവെന്നും വീണ്ടും വോട്ട് ചെയ്യാനുള്ള അവസരം നൽകണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിച്ചത്. ഇതിൽ കോടതി തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശദീകരണവും തേടി. എന്നാൽ തിരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയായതിനാലും സ്ട്രോങ് റൂമുകൾ സീൽ ചെയ്തതിനാലും ഇനി വീണ്ടും വോട്ട് ചെയ്യാനുള്ള ഒരു അവസരം നൽകാൻ സാധിക്കില്ലെന്നായിരുന്നു തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട്. കൂടാതെ തന്നെ ഈ ഹർജിക്കാരിൽ 3 ഹർജിക്കാരിൽ 2 ഹർജിക്കാർ ബാലറ്റ് പേപ്പർ സ്വീകരിച്ചെന്നും ഒരു ഹർജിക്കാരൻ ബാലറ്റ് പേപ്പർ സ്വീകരിച്ചില്ലെന്നുമായിരുന്നു തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാദം. എന്നാൽ ചട്ടം 27 പ്രകാരം വോട്ടെണ്ണലിന്റെ തലേ ദിവസം വരെ ഉദ്യോഗസ്ഥർക്ക് വോട്ട് ചെയ്യാനുള്ള അവസരമുണ്ടെന്നായിരുന്നു ഹർജിക്കാരുടെ മറുപടി സത്യവാങ്മൂലം. തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ ഏർപ്പെട്ട ഒരു ഉദ്യോഗസ്ഥർക്കും വോട്ട് നഷ്ടപ്പെടരുതെന്നും അവർക്കുള്ള സൗകര്യം ഒരുക്കിക്കൊടുക്കണമെന്നും വീണ്ടും ഹൈക്കോടതി കമ്മീഷനോട് പറഞ്ഞു. എന്നാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവരുടെ നിലപാട് വീണ്ടും ആവർത്തിക്കുകയാണുണ്ടായത്. ഒരു കാരണവശാലും വീണ്ടും വോട്ട് ചെയ്യാനുള്ള അവസരം ഒരുക്കി കൊടുക്കാൻ സാധിക്കില്ലെന്നാണ് കമ്മീഷന്റെ ഇന്നത്തെ നിലപാട്. ഇതിൽ രൂക്ഷമായ വിമർശനമാണ് ഹൈക്കോടതി ഇന്ന് ഉന്നയിച്ചത്. ഏകദേശം 20,000 പരം ഉദ്യോഗസ്ഥർക്കാണ് ഇത്തരത്തിൽ വോട്ട് ചെയ്യാനുള്ള അവകാശം നിഷേധിക്കപ്പെട്ടിട്ടുള്ളത്. തിരഞ്ഞെടുപ്പ് കമ്മീഷന് വേണ്ടി പ്രവർത്തനത്തിൽ ഏർപ്പെട്ട ഉദ്യോഗസ്ഥർക്കാണ് ഇത്തരത്തിൽ വോട്ടുകൾ നിഷേധിക്കപ്പെട്ടിട്ടുള്ളത്. ഇത് ഗുരുതരമായ വീഴ്ചയാണെന്നും ഹൈക്കോടതി വീണ്ടും ചൂണ്ടിക്കാണിച്ചു. എന്നാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവരുടെ നിലപാടിൽ മാറ്റമില്ലാതെ തുടരുകയാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവരുടെ നിലപാടിൽ നിന്ന് മാറാതെ നിൽക്കുന്നു. ഇനിയിപ്പോൾ ഹൈക്കോടതി സ്വാഭാവികമായും ഇതിനകത്തൊരു വിധി പുറപ്പെടുവിക്കുമെന്ന് വെച്ചാൽ ഇത്ര ദിവസത്തിനുള്ളിൽ കളക്ടറേറ്റിലെങ്കിലും ഇവർക്ക് വോട്ട് ചെയ്യാനുള്ള അവസരം ഒരുക്കും എന്ന് ഹൈക്കോടതി പറയുമോ? അങ്ങനെ പറഞ്ഞാൽ തന്നെ ഇലക്ഷൻ കമ്മീഷന്റെ ഇനിയുള്ള നീക്കം എന്തായിരിക്കും? സ്വാഭാവികമായും സുപ്രീം കോടതിയിലേക്ക് പോയാൽ അതിൻ്റെ കാലതാമസവും കാലദൈർഘ്യവും ഒക്കെ അനുസരിച്ച് അതിനിടയിൽ ഇവിടെ വോട്ടെണ്ണൽ കഴിഞ്ഞു പോകും. അപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥർ തെരഞ്ഞെടുപ്പ് പ്രക്രിയകളിൽ ഏർപ്പെട്ട 20,000-ലധികം വരുന്ന സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഇക്കുറി വോട്ട് ചെയ്യാൻ കഴിയില്ല എന്ന നിരാശാജനകമായ യാഥാർത്ഥ്യം തന്നെയാണോ ബാക്കിയാകുന്നത് എന്ന ചോദ്യമാണ് ഇവിടെ ഉയർന്നത്.